ഹായ് ഓൾ, +1 സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ അനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ടോപ്പിക് സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സർക്കിൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ അത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കില്ലേ? അതുപോലെ ഒരു ഓർഗാനിസത്തിന് നമ്മൾ കട്ട് ചെയ്താൽ അതിന് ഈക്വൽ ഹാഫ്സ് കിട്ടുമോ എന്നതാണ് സിമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Based on symmetry, there are three types of organisms: asymmetrical, radially symmetrical, and bilaterally symmetrical. First one, asymmetrical organisms. Any plane that passes through the center does not divide them into equal halves. ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് സ്പോഞ്ചസ്. Second type of symmetry is radially symmetrical. Any plane passing through the center of the body divide the organism into two identical halves. ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, സീലൻഡ്രേറ്റ്സ്, ടീനോഫോഴ്സ്, എക്സെട്ര. ഏത് പ്ലെയിനിൽ വേണമെങ്കിലും ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് തേർഡ് ടൈപ്പ് ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ. The body can be divided into identical left and right halves in only one plane. ഒരു പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്താൽ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ഫോർ എക്സാമ്പിൾ, അനലിഡ്സ്, ആർത്രോപോഡ്സ്, എക്സെട്ര. ഈ ഫിഗറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഫിഗർ തന്ന് ഐഡൻറ്റിഫൈ ദ സിമെട്രി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എംബ്രിയോണിക് ലേയേഴ്സ് ബേസ് ചെയ്ത് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാം into two different groups. They are diploblastic organisms and triploblastic organisms. First one, diploblastic organisms. The cells are arranged into two embryonic layers, an external ectoderm and internal endoderm. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർഗാനിസംസിൽ രണ്ട് എംബ്രിയോണിക് ലെയേഴ്സ് കാണാം. പുറമെ കാണുന്ന ലെയർ എക്ടോഡേം ആണ്, അകത്ത് കാണുന്ന ലെയർ എൻഡോഡേം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് സീലൻഡ്രേറ്റ്. Next is triploblastic organisms. The cells are arranged into three embryonic layers: ectoderm, middle layer mesoderm, and then endoderm. ഓർഗാനിസംസിന് മൂന്ന് എംബ്രിയോണിക് ലെയേഴ്സ് കാണാം. ഔട്ടർ ലെയർ എക്ടോഡേം, ഇന്നർ ലെയർ എൻഡോഡേം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായി മിഡിൽ ലെയർ കൂടി കാണാം, ദാറ്റ് ഈസ് മീസോഡേം. എക്സാമ്പിൾ, പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ്. പ്ലാറ്റിഹെൽമിന്തസ് തൊട്ട് കോഡേറ്റ്സ് വരെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഓർഗാനിസംസിന്റെ ക്രോസ് സെക്ഷൻ ഫിഗർ ഒബ്സർവ് ചെയ്താലാണ് ജേർമിനൽ ലെയേഴ്സ് കാണാൻ സാധിക്കുക. ഇത് ക്രോസ് സെക്ഷണൽ ഫിഗർ ആണ്. ഫസ്റ്റ് വൺ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സെക്കൻഡ് വൺ ട്രിപ്ലോബ്ലാസ്റ്റിക്. ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ ഏതൊക്കെ ലെയേഴ്സ് കാണാം? ഔട്ടർമോസ്റ്റ് ലെയർ എക്ടോഡേം ആൻഡ് ഇന്നർ ലെയർ എൻഡോഡേം. മീസോഗ്ലിയ സെൽസ് കാണാം, അത് മീസോഡേം അല്ല, മീസോഗ്ലിയ സെൽസ് ആണ്. നെക്സ്റ്റ് ഫിഗർ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. ഏതൊക്കെയാണ് ത്രീ ലെയേഴ്സ്? എക്ടോഡേം, എൻഡോഡേം ആൻഡ് mesoderm. Outer layer ectoderm and middle layer mesoderm and inner layer endoderm. Coelom or body cavity. The body cavity which is lined by mesoderm is called coelom. ഓർഗാനിസംസിൽ കാണുന്ന ബോഡി ക്യാവിറ്റി ആണ് സീലോം. ബോഡി ക്യാവിറ്റിനെ കവർ ചെയ്ത് മീസോഡേം ലെയർ കാണാം. സോ ബേസ്ഡ് ഓൺ സീലോം, ഓർഗാനിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ഗ്രൂപ്സ്: coelomate organisms, pseudocoelomate organisms, and acoelomate organisms. First one, coelomate. Animals having coelom are called coelomate. Body cavity ulla organisms are coelomate. Example, annelids, mollusks, etc. And second type is pseudocoelomate. Pseudo means what? False. So they have false coelom. The body cavity is not lined by mesoderm. Instead, the mesoderm is present as scattered pouches in between ectoderm and endoderm. ഫാൾസ് ആയിട്ടുള്ള സീലോം കാണുന്ന ഓർഗാനിസംസ് ആണ് സ്യൂഡോസിലോമേറ്റ്. എന്താണ് ഫാൾസ് സീലോം? സീലോം ആവണമെങ്കിൽ ബോഡി ക്യാവിറ്റി കവർ ചെയ്ത് മീസോഡേം ലെയർ കാണണം. പക്ഷെ സ്യൂഡോസിലോമേറ്റ്സിന്റെ കേസിൽ സീലോമിനെ കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള മീസോഡേം കാണില്ല, അതിനു പകരം പൗച്ചസ് ഓഫ് മീസോഡേം കാണാം. ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് സ്യൂഡോസിലോമേറ്റ്. എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ആസ്കിൽമിന്തസ്. Next category, acoelomate. Animals which doesn't have body cavity is called acoelomate. ബോഡി ക്യാവിറ്റി ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് അസിലോമേറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, പ്ലാറ്റിഹെൽമിന്തസ്. സീലോമേറ്റ്, സ്യൂഡോസിലോമേറ്റ്, അസിലോമേറ്റ്, ഈ മൂന്ന് ഫിഗറും നോട്ട് ചെയ്ത് വെക്കുക.
ഇത് വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ ഫൈലത്തെ പറ്റി പഠിക്കാം. ഇനി ഈ ഫൈലത്തിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രസൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ വാട്ടർ കനാൽ സിസ്റ്റം. ഈ ഫൈലത്തിലുള്ള മെമ്പേഴ്സിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ വാട്ടർ കനാൽ സിസ്റ്റം കാണാം. എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം? വാട്ടർ enters through pores called ostia into the body wall into a central cavity called spongosil and goes out through osculum. സ്പോഞ്ചസിന്റെ ബോഡിക്കകത്തേക്ക് വാട്ടർ എൻറ്റർ ചെയ്യും. വാട്ടർ എൻറ്റർ ചെയ്യുന്നത് പോർസിലെ കൂടെയാണ്. എന്താണ് പോർസിന്റെ പേര്? ഓസ്റ്റിയ. ഇനി വാട്ടർ എൻറ്റർ ചെയ്യുന്ന ക്യാവിറ്റി, ബോഡി ക്യാവിറ്റിനെ പറയുന്നത് സ്പോഞ്ചോസിൽ എന്നാണ്. സോ സെൻട്രൽ ക്യാവിറ്റി സ്പോഞ്ചോസിൽ. അതിനുശേഷം വാട്ടർ ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം. വാട്ടർ പിന്നീട് ഓസ്കുലം വഴി തിരിച്ചു പോകും. സോ ദിസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഈസ് കോൾഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫുഡ് ഗ്യാദറിംഗ്. ഇങ്ങനെ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. സ്പോഞ്ചസ് അതിന്റെ ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. റിമൂവൽ ഓഫ് വേസ്റ്റ് നടക്കുന്നുണ്ട്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതേപോലെ എക്സ്ക്രീഷനും നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ. ദിസ് ഈസ് ഓസ്കുലം. പോർസിന്റെ പേരാണ് ഓസ്റ്റിയ. ഇതൊക്കെയാണ് പോർസ്. ഇനി സെൻട്രൽ ക്യാവിറ്റി ഈസ് കോൾഡ് വാട്ട്? സ്പോഞ്ചോസിൽ. ഇതാണ് സ്പോഞ്ചോസിൽ. വാട്ടർ കനാൽ സിസ്റ്റം ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ്? ഓസ്റ്റിയ വഴി വാട്ടർ മൂവ് ചെയ്തു, സ്പോഞ്ചോസിലേക്ക് മൂവ് ചെയ്തു, അതിനുശേഷം ഓസ്കുലം വഴി ബോഡി സർഫസിന് പുറത്തേക്ക് റിലീസ് ചെയ്യും. Coinocytes or collar cells, the cells which line the spongosil and the canals of sponges. So spongosil അറിയാം ബോഡി ക്യാവിറ്റി ആണ്. സ്പോഞ്ചോസിലിനെ ലൈൻ ചെയ്ത് കാണുന്ന സെൽസ് ആണ് കോയിനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ്. എക്സാമ്പിൾസ് ഓഫ് ദിസ് ഫൈലം ഇൻക്ലൂഡ് സൈക്കൺ ഓർ സ്കൈഫ, സ്പോഞ്ചില, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. ഓരോ ഫൈലത്തിലും ഉൾപ്പെടുന്ന ഓർഗാനിസംസിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ തന്ന് ഐഡൻറ്റിഫൈ ദ ഫൈലം എന്ന് ക്വസ്റ്റ്യൻസ് വരാം. And these are the examples of phylum Porifera: Cycone, Euspongia and Spongilla. Next, second phylum, phylum Coelenterata or Cnidaria. Cnidaria is derived from cnidoblast or cnidocyte present on the tentacles and the body. ഓർഗാനിസംസിന്റെ ടെന്റിക്കിൾസിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് cnidoblast or cnidocytes. Cnidoblast contain stinging capsules or nematocyst. നീഡോബ്ലാസ്റ്റിന്റെ അകത്ത്, നീഡോബ്ലാസ്റ്റ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. നീഡോബ്ലാസ്റ്റിന്റെ അകത്ത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഓർ നെമറ്റോസിസ്റ്റ് കാണാം. എന്താണ് നെമറ്റോസിസ്റ്റ് ഓർ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ? എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഹൈഡ്ര അതിൽ ഒരുപാട് ടെന്റിക്കിൾസ് കാണാം. ഈ ടെന്റിക്കിൾസിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് നീഡോബ്ലാസ്റ്റ്. നീഡോബ്ലാസ്റ്റിൽ കാണുന്ന ഒരു ക്യാപ്സ്യൂൾ ആണ് നെമറ്റോസിസ്റ്റ്. തേർഡ് ഫിഗറിൽ കാണുന്നത് നെമറ്റോസിസ്റ്റ് യൂസ് ചെയ്ത് ഹൈഡ്ര എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നാണ്. സോ functions of cnidoblast are anchorage, defense and capture of prey. Anchorage means what? ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കും. നീഡോബ്ലാസ്റ്റ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ മേലെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ഡിഫൻസ്, എനിമീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നീഡോബ്ലാസ്റ്റ് ഉപയോഗിക്കും. ക്യാപ്ചർ ഓഫ് പ്രേ, ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയും നീഡോബ്ലാസ്റ്റ് യൂസ് ചെയ്യും. നിഡേറിയൻസിനെ രണ്ട് ബോഡി ടൈപ്സിൽ കാണാം: പോളിപ് ഫോം ആൻഡ് മെഡ്യൂസ ഫോം. പോളിപ് ഫോം മീൻസ് വാട്ട്? സെസൈൽ, സിലിണ്ട്രിക്കൽ. സെസൈൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ ഹോൾഡ് ചെയ്തിട്ട് കാണുന്നതാണ് സെസൈൽ. ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി എന്തായിരിക്കും? സിലിണ്ട്രിക്കൽ ആയിരിക്കും. ഷേപ്പ് ഓഫ് ദ ബോഡി ഈസ് സിലിണ്ട്രിക്കൽ. എക്സാമ്പിൾ, ഹൈഡ്ര ആൻഡ് അഡാംസിയ. ആൻഡ് മെഡ്യൂസ ഫോം മീൻസ് ഫ്രീ സ്വിമ്മിങ്. ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്ലേസിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഓർഗാനിസം അല്ല. ആൻഡ് വാട്ട് ഈസ് ദ ഷേപ്പ്? അംബ്രല്ല ഷേപ്പ്ഡ്. മെഡ്യൂസ ഈസ് ഫ്രീ സ്വിമ്മിങ് ആൻഡ് അംബ്രല്ല ഷേപ്പ്ഡ്. എക്സാമ്പിൾ, ഓറിലിയ. The cnidarians which exist in both forms exhibit alternation of generation. This is called metagenesis. രണ്ട് ബോഡി ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു, പോളിപ്പ് ആൻഡ് മെഡ്യൂസ. ഈ രണ്ട് ബോഡി ഫോംസിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് കാണിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോപ്പർട്ടിയാണ് മെറ്റാജനസിസ് ഓർ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ദാറ്റ് ഈസ്, പോളിപ്പ് പ്രൊഡ്യൂസ് മെഡ്യൂസ അസെക്ഷുവലി. പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് മെഡ്യൂസ പ്രൊഡ്യൂസ് ചെയ്യും. മെഡ്യൂസ ഫോം ദ പോളിപ്പ് സെക്ഷുവലി. മെഡ്യൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് പോളിപ്പ് ഫോം ചെയ്യും. ഒബ്സർവ് ദീസ് ഫിഗേഴ്സ്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഫിഗർ അംബ്രല്ല ഷേപ്ഡ് ആണ്. അംബ്രല്ല ഷേപ്ഡ് ആണെങ്കിൽ ഏത് ബോഡി ഫോം ആണ്? ദാറ്റ് ഈസ് മെഡ്യൂസ. സെക്കൻഡ് കാണുന്ന ഫിഗർ സിലിണ്ട്രിക്കൽ ആണ്. സിലിണ്ട്രിക്കൽ ആണെങ്കിൽ അത് പോളിപ്പ് ഫോം ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ഇൻക്ലൂഡ് ഫൈസാലിയ. ഫൈസാലിയ മീൻസ് കോമൺ നെയിം, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അഡാംസിയ, സീ അനീമോൺ.
Pennatula sea pen, Gorgonia sea fan, Meandrina brain coral. നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം ടീനോഫോറ. സോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസംസിന്റെ കോമൺ നെയിമാണ് സീ വാൾനട്ട് ഓർ കോം ജെല്ലീസ്. നെക്സ്റ്റ് ഇതിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് കോംപ്ലേറ്റ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ദ ബോഡി ഹാസ് 8 external rows of ciliated complates. This helps in locomotion. ഈ ഓർഗാനിസംസിന്റെ ബോഡി സർഫസിന് പുറത്ത് 8 rows of complates കാണാം. ഇതിന്റെ ഫംഗ്ഷന് ലോക്കോമോഷൻ ആണ്. ഈ ഫൈലം മെമ്പേഴ്സ് കാണിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോപ്പർട്ടി ആണ് ബയോലൂമിനിസെൻസ്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എൻ ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ലൈറ്റ് പുറത്തുവിടാൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് ഫൈലം ടീനോഫോറയിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ്. ആൻഡ് എക്സാമ്പിൾസ് ആർ പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന. ദിസ് ഈസ് പ്ലൂറോബ്രാക്കിയ. ഫൈലം ടീനോഫോറയിൽ വരുന്ന മെമ്പറാണ് പ്ലൂറോബ്രാക്കിയ. നെക്സ്റ്റ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. These are mostly endoparasites found in animals including human beings. പ്ലാറ്റിഹെൽമിന്തസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസംസ് മോസ്റ്റ്ലി എൻഡോപാരസൈറ്റ് ആണ്. മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് പാരസൈറ്റ്. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്താണ് പാരസൈറ്റ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എൻഡോപാരസൈറ്റ്. സോ ദീസ് ഓർഗാനിസംസ് ആർ എൻഡോപാരസൈറ്റ്സ്. പാരസൈറ്റായി സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിനെ പാരസൈറ്റായി ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത്? ദേ ഹാവ് ഹൂക്സ് ആൻഡ് സക്കേഴ്സ്. ഹോസ്റ്റിന്റെ ബോഡിക്കകത്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഹൂക്സ്. തിങ്സിന്റെ ന്യൂട്രിയൻസ് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സക്കേഴ്സ്. ആൻഡ് ദേ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫസ്. ഹോസ്റ്റിന്റെ ഫുഡ് ഡയറക്റ്റായി ബോഡി സർഫസ് വഴി അബ്സോർബ് ചെയ്തെടുക്കും. ആൻഡ് പ്രസൻസ് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഇല്ലാതെ തന്നെ റെസ്പിറേഷൻ നടത്താനുള്ള എബിലിറ്റി ഉണ്ട്. സോ ദീസ് ആർ ദ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്. Examples of platyhelminthes. First organism tapeworm, second organism liver fluke. Next phylum is phylum Ascomyndus. Dioecious ആണ്. നോട്ട് ചെയ്ത് വെക്കണം. Dioecious ആണ്. Dioecious means sexes are separate. That is male and female are distinct. Male different ആണ്, female different ആണ്. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് dioecious. അപ്പോൾ ഇവിടെ ഒരു പെക്യുലാരിറ്റി ഉണ്ട്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. മെയിൽസിനേക്കാളും ലോങ്ങർ ആയിരിക്കും ഫീമെയിൽസ്. എക്സാമ്പിൾസ് Ascaris, its common name roundworm, Wuchereria, filarial worm. ഫൈലേറിയാസിസിനൊക്കെ കാരണം ആവുന്ന വേം ആണ് Wuchereria. Ancylostoma, hookworm. ഈ ഫിഗറിൽ കാണുന്നത് റൗണ്ട് വേം ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് കാണാം. നമ്മൾ പറഞ്ഞു ഫീമെയിൽ ആണ് ലോങ്ങർ. യു ക്യാൻ സീ ഇൻ ഫിഗർ ഓൾസോ ഫീമെയിൽ ആർ ലോങ്ങർ. ആൻഡ് നെക്സ്റ്റ് ഫൈലം Annelida. Body surface distinctly marked out into segments or metamers. ഓർഗാനിസംസിന്റെ ബോഡി സർഫസിൽ ഒരുപാട് സെഗ്മെന്റ്സ് ഓർ മെറ്റാമേഴ്സ് കാണാം. ലാറ്റിൻ ലാംഗ്വേജിൽ അന്യൂൾസ് മീൻസ് ലിറ്റിൽ റിംഗ്. ലാറ്റിൻ ലാംഗ്വേജിൽ അന്യൂൾസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിംഗ് ആണ്. ഈ ഓർഗാനിസംസിന്റെ ബോഡിക്ക് മേലെ ഒരുപാട് അന്യൂൾസ് കാണുന്നതുകൊണ്ടാണ് ഈ ഫൈലത്തിന് അനലിഡ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഫൈലം. എർത്ത് വേമിനെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. എർത്ത് വേമിന്റെ ബോഡിയിൽ ഒരുപാട് സെഗ്മെന്റ്സ് കാണും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് പാരപ്പോഡിയ. ദീസ് ആർ ദ ലാറ്ററൽ അപ്പൻഡേജസ് പ്രസന്റ് ഇൻ അക്വാറ്റിക് അനലിഡ്സ്. അക്വാറ്റിക് അനലിഡ്സിൽ കാണുന്ന ലാറ്ററൽ സൈഡിൽ കാണുന്ന അപ്പൻഡേജസ് ആണ് പാരപ്പോഡിയ. ദിസ് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് നീരീസ്. ഓർഗാനിസംസിന്റെ ബോഡിയിൽ ലാറ്ററൽ സൈഡിൽ കാണുന്ന അപ്പൻഡേജസ് ആണ് പാരപ്പോഡിയ. ആൻഡ് നെഫ്രീഡിയ. It helps in osmoregulation and excretion. Osmoregulation, that is salt and water balance, excretion. ഇത് രണ്ടാണ് നെഫ്രീഡിയന്റെ ഫങ്ഷൻസ്. എക്സാമ്പിൾസ് പറഞ്ഞു. നീരീസ്, earthworm, ഹൈറുഡിനേറിയ. ബ്ലഡ് സക്കിംഗ് ലീച്ച്, അട്ടയാണ് ഹൈറുഡിനേറിയ. ഫസ്റ്റ് ഓർഗാനിസം ആണ് നീരീസ്. സെക്കൻഡ് വൺ ഹൈറുഡിനേറിയ. ഇതിന്റെ ബോഡി സർഫസ് നോക്കിയാൽ മെറ്റാമേഴ്സ് കാണാം. ഇനി നീരീസിന്റെ ലാറ്ററൽ സൈഡിലായിട്ട് കാണുന്ന ഈ അപ്പൻഡേജസിനെയാണ് പാരപ്പോഡിയ എന്ന് പറയാം. സ്വിമ്മിങ്ങിന് സഹായിക്കുന്ന ഒരു അപ്പൻഡേജ് ആണ് പാരപ്പോഡിയ. നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം ആർത്രോപോഡ. ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫീച്ചർ ആണ് മാൽഫീജിയൻ ട്യൂബ്യൂൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷനെ സഹായിക്കുന്ന ഒരു ഓർഗൻ ആണ് മാൽഫീജിയൻ ട്യൂബ്യൂൾ. ഒരുപാട് ഇക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയ ഇൻസെക്ട് ഫൈലം ആർത്രോപോഡയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ദേ ആർ അപ്പിസ് ഓർ കോമൺ നെയിം ഹണി ബി, ബോംബിക്സ് ഓർ സിൽക്ക് വോം, ലാക്സിഫർ ഓർ ലാക്ക് ഇൻസെക്ട്. എന്താണ് ഈ ഓർഗാനിസംസിന്റെ ഒക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ്?
ഹണി ബി ഈസ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ടിങ് ഹണി ആൻഡ് വാക്സ്. ഹണി എടുക്കാനും വാക്സ് എടുക്കാനും വേണ്ടി ഹണി ബീസിനെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ബോംബിക്സ് സിൽക്ക് വേം ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിൽക്ക് വേമിനെയാണ് യൂസ് ചെയ്യുന്നത്. മെനി വെക്ടേഴ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഏജൻസ് ആണ് വെക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ അനോഫിലസ്, ക്യൂലെക്സ്, എയ്ഡിസ് ഇതൊക്കെ എന്താണ്? മോസ്കിറ്റോസ് ആണ്. ഈ മോസ്കിറ്റോസ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഏജൻസ് ആണ്. അനോഫിലസ് ഈസ് ദ വെക്ടർ ഓഫ് മലേറിയ, ക്യൂലെക്സ് ഈസ് ദ വെക്ടർ ഓഫ് ഫൈലേറിയൽ worm ആൻഡ് എയ്ഡിസ് ഈസ് ദ വെക്ടർ ഓഫ് dengue virus. So all these vectors are included in phylum Arthropoda. Next phylum is phylum Mollusca. The mouth contains a file-like rasping organ called radula, which is used for feeding. മൗത്തിന്റെ അകത്ത് കാണുന്ന ഒരു റാസ്പിംഗ് ഓർ സ്ക്രേപ്പിംഗ് ഓർഗൻ ആണ് റാഡുല. ഈ ഓർഗന്റെ മേലെ സർഫസിലായി ടീത്ത് കാണാം. സോ ഫുഡ് കളക്ട് ചെയ്യാനും കട്ട് ചെയ്യാനും വേണ്ടി ഈ ഓർഗൻ യൂസ് ചെയ്യുന്നുണ്ട്. Examples include പൈല ഓർ ആപ്പിൾ സ്നെയിൽ, പിങ്ടാഡ ഓർ പേൾ ഓയിസ്റ്റർ, octopus or devilfish, sepia or cuttlefish. All these are examples. ഇത് കൂടാതെ ലോലിഗോ or squid, aplysia or sea hare, dentalium or tusk shell, Chaetoplura or chiton. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് വൺ പൈല ഓർ പൈല ഗ്ലോബോസ ആൻഡ് സെക്കൻഡ് വൺ octopus. നെക്സ്റ്റ് ഫൈലം എക്കിനോഡെർമാറ്റ. ഫൈലം പോറിഫെറ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു they have water canal or transport system, but in phylum Echinodermata they have water vascular system. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ലോക്കോമോഷന് സഹായിക്കുന്നു, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ക്യാപ്ചർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നു, റെസ്പിറേഷനും സഹായിക്കുന്നു. examples of this phylum കോമൺ ആയിട്ട് ഓർത്തു വെക്കേണ്ടത് സ്റ്റാർ ഫിഷ്, അസ്റ്റീരിയാസ്, സ്റ്റാർ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലാണ്. അതർ എക്സാമ്പിൾസ് ആർ എക്കിനസ്, ആന്റോഡൺ, കുക്കുമാരിയ, ഒഫ്യൂറ. രണ്ട് എക്സാമ്പിൾസിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില്. ഫസ്റ്റ് വൺ സ്റ്റാർ ഫിഷ് ആൻഡ് സെക്കൻഡ് വൺ ആണ് ഒഫ്യൂറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ. ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റയ്ക്ക് മാത്രം കാണുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. They have notochord present on their body. Dorsal hollow nerve cord. Nerve cord is also present. Paired pharyngeal gill slits. Gill slits കാണാം. Post anal tail. Tail കാണാം. So these are the fundamental characteristics of phylum Chordata. ഇത് കോഡേറ്റിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. Nerve cord is present here. Notochord കൂടി present ആണ്. Gill slits are present. Pharyngeal gill slits are present. And പോസ്റ്റ് ആനൽ പാർട്ടിൽ ടെയില് കാണാം. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള കമ്പാരിസൺ. കോഡേറ്റ്സിന്റെ കേസിൽ നോട്ടോകോഡ് ഈസ് പ്രസന്റ്. ഇൻ നോൺ കോഡേറ്റ്സ് നോട്ടോകോഡ് ഈസ് ആബ്സെന്റ്. നോൺ കോഡേറ്റ്സിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. ആൻഡ് നെർവസ് സിസ്റ്റം. കോഡേറ്റ്സിൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ സൈഡ്, ഹോളോ ആൻഡ് സിംഗിൾ. കോഡേറ്റ്സിന്റെ കേസിൽ ഡോർസൽ സൈഡിലാണ്, ഹോളോ ആണ്, സിംഗിൾ ആണ്. നോൺ കോഡേറ്റ്സിന്റെ കേസിൽ വെൻട്രൽ സൈഡിലാണ് ആൻഡ് ഇറ്റ്സ് സോളിഡ് ആൻഡ് double. Central nervous system is ventral, solid and double. And in chordates, pharynx is perforated by gill slits. നമ്മൾ നേരത്തെ നോക്കിയ ഡയഗ്രത്തിൽ കണ്ടു pharynx has perforated by gill slits and in non-chordates gill slits are absent. Chordatesൽ ഹാർട്ട് വെൻട്രൽ സൈഡിലാണ് ആൻഡ് നോൺ കോഡേറ്റ്സിൽ പ്രസന്റ് ആണെങ്കിൽ അത് ഡോർസൽ സൈഡിലാണ്. എല്ലാ ഓർഗാനിസംസിലും ഹാർട്ട് ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ്. ആൻഡ് കോഡേറ്റ്സ് പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് പ്രസന്റ് but post-anal tail is absent in non-chordates. ഫൈലം കോഡേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ് നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷൻ. അതിൽ ഫസ്റ്റ് വൺ ക്ലാസ് കോൺട്രിക്ടൈസ്. ദ സ്കിൻ ഈസ് ടഫ് കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ്. സ്കെയിൽസിൻ്റെ പേര് ഓർത്ത് വെക്കണം, പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, അതുകൊണ്ട് ഈ ഓർഗാനിസംസിന് കോൺസ്റ്റന്റ് ആയി സ്വിം ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അവ സിങ്ക് ചെയ്തു പോകും, മുങ്ങിപ്പോകും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ആയി സ്വിം ചെയ്യും. എക്സാമ്പിൾസ് സ്കോളിയോഡൻ, ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ്, സോഫിഷ്. ഇത് രണ്ട് എക്സാമ്പിൾസും അതിൻ്റെ ഫിഗറും ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്ലാസ് ഓസ്റ്റിക് തൈസ്. സ്കിൻ ഈസ് കവേർഡ് വിത്ത് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്.
നേരത്തെ പറഞ്ഞ ക്ലാസ് കോൺട്രിക് തൈസിൽ പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ക്ലാസ് ഓസ്റ്റിക് തൈസിൽ സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ് ആണ്. എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ് വിച്ച് റെഗുലേറ്റ്സ് ബയോൻസി. എയർ ബ്ലാഡർ പ്രസൻ്റ് ആയതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഉൾപ്പെട്ട ഓർഗാനിസംസിന് വെള്ളത്തിലൂടെ മുങ്ങിപ്പോവാതെ മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എക്സാമ്പിൾസ് ഹിപ്പോ ക്യാമ്പസ്, കറ്റ്ല. ഒബ്സർവ് ദ ഫിഗർ. ഹിപ്പോ ക്യാമ്പസ് ആൻഡ് കറ്റ്ല ഇത് രണ്ടും ക്ലാസ് ഓസ്റ്റിക് തൈസിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. കോൺട്രിക് തൈസിൻ്റെയും ഓസ്റ്റിക് തൈസിൻ്റെയും ഫീച്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യാം. കോൺട്രിക് തൈസ് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ ആണ്. കോൺട്രിക് തൈസിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിന് കാർട്ടിലേജിനസ് ബോണാണ്. കാർട്ടിലേജിനസ് മീൻസ് സോഫ്റ്റ് ബോണാണ്. ഓസ്റ്റിക് തൈസ് ബോണി എൻഡോസ്കെലട്ടൺ. ഓസ്റ്റിക് തൈസിൻ്റെ കേസിൽ ബോണി എൻഡോസ്കെലട്ടൺ ആണ്. ആൻഡ് ഹിയർ ഇൻ കോൺട്രിക് തൈസ് മൗത്ത് ഈസ് വെൻട്രൽ. വെൻട്രൽ സൈഡിലാണ് മൗത്ത്. ഓസ്റ്റിക് തൈസിൽ മൗത്ത് ടെർമിനൽ സൈഡിലാണ്. ആൻഡ് കോൺട്രിക് തൈസിൻ്റെ സ്കെയിൽസ് പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ഓസ്റ്റിക് തൈസിൽ സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ്. കോൺട്രിക് തൈസിൽ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. ഓസ്റ്റിക് തൈസിൽ എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ്. ആൻഡ് കോൺട്രിക് തൈസിൽ ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. ഗിൽ കവറാണ് ഓപ്പർക്കുലം. ബട്ട് ഇൻ ഓസ്റ്റിക് തൈസ് ഓപ്പർക്കുലം ഈസ് പ്രസൻറ്റ്. ഗില്ലിനെ കവർ ചെയ്ത് ഓപ്പർക്കുലം കാണാം. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ആംഫീബിയ. ആംഫീബിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കുന്ന ഓർഗാനിസംസിനെയാണ് ആംഫീബിയൻസ് എന്ന് പറയാം. ആൻഡ് ദർ ഈസ് എ കോമൺ ചാമ്പർ കോൾഡ് ക്ലോയാക്ക. എലിമെന്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺ ടു ദിസ് കോമൺ ചാമ്പർ. എലിമെന്ററി കനാലും യൂറിനറി ഡക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഓപ്പൺ ചെയ്യുന്നത് ക്ലോയാക്ക എന്ന് പറയുന്ന ഒരു കോമൺ ചാമ്പറിലേക്കാണ്. റെസ്പിറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്, ലങ്സ് ഓർ ത്രൂ സ്കിൻ സർഫസ്. ഇതിൽ നിന്നും 2 എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്. സലമാൻഡ്ര ആൻഡ് റാന. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഓൾസോ. ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റൈൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ക്ലാസ് റെപ്റ്റീലിയ. ആൻഡ് ദിയർ ബോഡീസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ, എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂഡ്സ്. ഈ ഓർഗാനിസംസിന്റെ ബോഡി ഡ്രൈ ആണ്, മോയിസ്റ്റ് അല്ല, ഡ്രൈ ആണ്. ക്രോക്കോഡൈലൊക്കെ കാണുന്നത് പോലെ കോണിഫൈഡ് ആയിട്ടുള്ള സ്കിൻ ആണ്. അതിന്റെ മേലെ സ്കെയിൽസ് കാണാം. സം ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. ചില ഓർഗാനിസംസ് അതിന്റെ സ്കെയിൽസ് ഷെഡ് ചെയ്യും. എക്സാമ്പിൾ സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് ഒക്കെ അതിന്റെ സ്കിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്, പുറത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദേ ആർ ഷെഡിങ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് ആണ്. കീലോൺ ഓർ ടർട്ടിൽ, ടെസ്റ്റിഡോ ഓർ ടോർട്ടോയിസ്, കാമലിയോൺ ഓർ ട്രീ ലിസാർഡ്, കെലാട്ടസ് ഓർ ഗാർഡൻ ലിസാർഡ്, ക്രോക്കോഡൈലസ് ഓർ ക്രോക്കോഡൈൽ, alligator, that is Hemidactylus wall lizard, Naja, that is cobra, Bangarus, that is crate, Vipera, viper, these are snakes. ഈ ബ്രാക്കറ്റിൽ കാണുന്നത് അതിന്റെ ജനറൽ നെയിമും മറ്റുള്ളത് സയന്റിഫിക് നെയിമാണ്. നെക്സ്റ്റ് ഈസ് ക്ലാസ് ഏവ്സ്. ഇതിൽ ഉൾപ്പെടുന്നത് ബേർഡ്സ് ആണ്. സോ ബേർഡ്സ് ഹാവ് എബിലിറ്റി ടു ഫ്ലൈ, isn't it? So they have some flight adaptations. That means they have some adaptations that help them to fly. പറക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറെ അഡാപ്റ്റേഷൻസ് ഇതിലുള്ള മെമ്പേഴ്സിന് പ്രസന്റ് ആണ്. ഏതൊക്കെയാണ് അഡാപ്റ്റേഷൻസ്? ഫസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് ഫെദർ. ഇതിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിന് ഫെദർ പ്രസന്റ് ആണ്. പ്രസൻസ് ഓഫ് വിങ്സ്. വിങ്സ് പ്രസന്റ് ആണ്. ഫോർ ലിംസ് മോഡിഫൈ ചെയ്തിട്ടാണ് വിങ്സ് ആയി മാറുന്നത്. സോ വിങ്സ് ഹെൽപ് ദം ടു ഫ്ലൈ. And they have long bones. Long bones are hollow with air cavities. Such bones are called pneumatic bones. Pneumatic bones fly ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. Pneumatic bones എന്ന് പറഞ്ഞാൽ ലോങ് ബോൺസ് ആണ്. അതിന്റെ അകം ഹോളോ ആണ്. അതിൽ ഒരുപാട് എയർ കാവിറ്റീസ് കാണാം. സോ ഇതൊരു അഡാപ്റ്റേഷൻ ആണ്. സോ ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ഹെൽപ് ദം ടു ഫ്ലൈ. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ബേർഡ്സ് എക്സാമ്പിൾസ് നോക്കാം. കോർവസ് ഓർ ക്രോ. കോർവസ് എന്നുള്ളത് ബയോളജിക്കൽ നെയിം ആണ്. ക്രോ കോമൺ നെയിം. കൊളംബിയ ഓർ പീജിയൺ, സിറ്റാക്കുല ഓർ പാരറ്റ്, ശ്രുതിയോ ഓസ്ട്രിച്ച്, പാവോ പീകോക്ക്, ആപ്റ്റിനോഡാറ്റ്സ് പെൻഗ്വിൻ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഇതൊക്കെ പറക്കാൻ കഴിവുള്ള ബേർഡ്സ് ആണ്. പക്ഷെ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്. പറക്കാൻ കഴിവില്ലാത്തതാണ്, പക്ഷെ ഏവ്സിൽ വരും. ദാറ്റ് ഈസ് ഓസ്ട്രിച്ച്. സോ ഓസ്ട്രിച്ച് ഈസ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്. ക്ലാസ് മമാലിയ. മാമൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ക്ലാസ് മമാലിയ. ഹ്യൂമൻ ബീങ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്ലാസ് മമാലിയ. പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ് ഓർ മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്.
ഈ ക്ലാസിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്, ദാറ്റ് ഈസ് ദ ഗ്ലാൻഡ് വിച്ച് പ്രൊഡ്യൂസ് മിൽക്ക്. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് പ്രസന്റ് ആണ്. നെക്സ്റ്റ് ഫീച്ചർ 2 pairs ഓഫ് ലിംസ് ഫോർ വാക്കിംഗ്, റണ്ണിംഗ്, ക്ലൈംബിംഗ്, ബറോയിങ്, സ്വിമ്മിംഗ്, ഫ്ലൈയിങ് എക്സെട്ര. സ്കിൻ പൊസസ് ഹെയർ. 2 pairs ലിംസ് കാണാം. ഫോർ വാട്ട് ഓൾ പർപ്പസ്? ചില ഓർഗാനിസംസ് അത് വാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റണ്ണിംഗ്, ക്ലൈംബിംഗ്, ബറോയിങ് ഓർ സ്വിമ്മിംഗ് ഓർ ഫ്ലൈയിങ്. ആൻഡ് സ്കിൻ പൊസസ് ഹെയർ. ഈ ഓർഗാനിസംസിന്റെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് സ്കിൻ ഹാസ് ഹെയർ. പിന്ന ഓർ എക്സ്റ്റേണൽ ഇയർ പ്രസന്റ്. എക്സ്റ്റേണൽ ഇയർ പ്രസന്റ് ആണ്, ദാറ്റ് ഈസ് പിന്ന ഈസ് പ്രസന്റ്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ്. മാമൽസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് പ്രസന്റ് ആണ്. ആൻഡ് 4 chambered ഹാർട്ട്. ഹാർട്ട് ഡെവലപ്പ് ചെയ്തു. ഹാർട്ടിൽ എത്ര ചാമ്പേഴ്സ് കാണാം? 4 ചാമ്പേഴ്സ് കാണാം. ആൻഡ് ദേ ആർ ഹോമിയോതേർമസ് ഓർഗാനിസംസ്. ഹോമിയോതേർമസ് മീൻസ് വാം ബ്ലഡഡ്. ദേ കൻ റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. വാം ബ്ലഡഡ് ഓർഗാനിസംസ് ആണ് വിവിപാരസ്. പ്രസവിക്കുന്ന ജീവികളാണ് മാമൽസ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്, ലാർവൽ സ്റ്റേജ് ഇൻക്ലൂഡ് ചെയ്യാത്ത ഡെവലപ്മെന്റ്. ആൻഡ് എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഓവിപാരസ് മാമൽ ഈസ് ദെയർ. That means all mammals are viviparous, but oviparous mammal is there. Example Ornithorhynchus or Platypus. ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട എക്സാമ്പിൾ ആണ്. Some examples are here: Macropus or kangaroo, Pteropus flying fox, Camelus camel, Macaca that is monkey, Rattus rat. So all these are mammals.